ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനിരിക്കുന്നത് റെസിസ്റ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് അറിയുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഇലക്ട്രോണിക്സ് അറിയാത്തവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും റെസിസ്റ്ററുകളെ കുറിച്ച്. ഇപ്പൊ റെസിസ്റ്ററുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ നമുക്ക് മൊബൈൽ ഫോണിന്റെ ഒക്കെ സ്കീമാറ്റിക്സ് ലെവലിലേക്ക് വരുമ്പോൾ, സർക്യൂട്ട് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉദ്ദേശിച്ചത് വ്യത്യസ്ത രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെയൊക്കെ ആ റെസിസ്റ്ററുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ റെസിസ്റ്ററിന്റെ ആ ഒരു ബേസിക് നീഡ് തന്നെയാണ്, ആ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് സർക്യൂട്ട് ലെവലിൽ വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെസിസ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പൊ റെസിസ്റ്ററിനെ കുറിച്ച് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് റെസിസ്റ്ററിന്റെ സിമ്പൽ. ഇവിടെ കാണിക്കുന്ന റെസിസ്റ്ററിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ് ആണ് റെസിസ്റ്റൻസ്. അതിന്റെ ഓം ആണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ പഴയ ഇലക്ട്രോണിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം കളർ കോഡ് ഉള്ള റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇതിന് ഓമിലും കിലോ ഓമിലും മെഗാ ഓമിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ അത് SMD ലെവലിലാണ് വരെ. ഇത്തരം റെസിസ്റ്റേഴ്സ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് മൊബൈൽ ഫോണിനകത്ത് അല്ലെങ്കിൽ ടാബ്ലറ്റ് PCകൾക്കകത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ടൈപ്പ് അല്ല, SMDയിൽ വരുന്നതാണ്. അപ്പോൾ റെസിസ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ വർക്കിംഗ്, ചെക്കിങ്, അതിന്റെ സിമ്പല് കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം സെയിം ആയിരിക്കും. ഷേപ്പിൽ മാത്രം അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില അഡ്വാൻറ്റേജസ് മാത്രമാണ് SMDയിൽ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം ഈ വീഡിയോയിലൂടെ. അപ്പൊ എന്താണ് റെസിസ്റ്റർ എന്നുള്ള ആദ്യം നമുക്ക് നോക്കാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആരെടുത്ത് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമാണ് സർക്യൂട്ടിൽ ആവശ്യമുള്ള കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു ലിമിറ്റ് കറണ്ട് ഫ്ലോ എന്നൊക്കെയാണ് പലരും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ആണെങ്കിലും അതിന് കൂടെ എന്താണ് ആപ്ലിക്കേഷൻ ലെവലിൽ പല രീതിയിൽ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് റെസിസ്റ്റേഴ്സ് ആർ predominantly used to lower the flow of current. എല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ഒന്ന് വരുന്ന ഡിവൈഡ് വോൾട്ടേജസ്, ഇതെല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, നമ്മൾ പറയുന്നുണ്ട് ടോപ്പിക്കിൽ. പിന്നെ ബ്ലോക്ക് ട്രാൻസ്മിഷൻ സിഗ്നൽസ് ആൻഡ് ബയാസ് ആക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ ഇങ്ങനെ റെസിസ്റ്റർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കിയത് ടു റെഡ്യൂസ് കറണ്ട് ഫ്ലോ എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും എന്തുണ്ടാവും, നമ്മൾ ഒരു സ്കിമാറ്റിക്സ് ലെവലിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ പോലെയുള്ള നല്ല ഡെപ്തിലുള്ള വലിയ സർക്യൂട്ട് ഡയഗ്രംസ് പറയുമ്പോൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഇത്തരം റെസിസ്റ്റേഴ്സ് പല രീതിയിൽ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം SMD കമ്പോണൻസ് ആണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. മൊബൈൽ ഫോണിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ SMD കമ്പോണൻസ് ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്, നമുക്കറിയാം. ചെക്കും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ കളർ കോഡ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു കോഡാണ് അല്ലെ. അപ്പൊ ഈ കോഡ് നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്. ആറെന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ R220 എന്നാണെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് ഓം എത്രയാണ്, 0.22 എന്നാണ് വരുന്നത്. അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല, ജസ്റ്റ് നമുക്ക് സ്കിമാറ്റിക്സ് ലെവലിലേക്ക് വേഗം പോവാം. അപ്പം റെസിസ്റ്റേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ലോഡിന് വേണ്ട കറന്റിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഇങ്ങനെ റെസിസ്റ്റർ വരയ്ക്കുകയാണ്. ഈ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലോഡ് ഉണ്ടെങ്കിൽ ഈ ലോഡിന് എന്ത് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 9 വോൾട്ട് അവിടെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു റെസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ലോഡിന് എന്ത് ചെയ്യാം, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡിന് വേണ്ട കറണ്ട് ആയിട്ട് എന്ത് ചെയ്തോളും, എടുത്തോളും. ഈ ലോഡ് കേടാവാതെ നമുക്ക് സംരക്ഷിക്കാം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊക്കെ അറിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി വരുന്ന കാര്യങ്ങളിലേക്ക്, സ്കിമാറ്റിക്സ് ലെവലിലേക്ക് വരും. അതുപോലെ തന്നെ ഇതിന്റെ സീരീസും പാരലൽ കണക്ഷൻസ്, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടോപ്പിക്കിൽ പറയുന്നില്ല. സീരീസ് പാരലൽ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ അല്ലെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമെന്നും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു വരുമെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക, ഈ ഒരു കാര്യം കൂടെ നോക്കാം നമുക്ക്. അപ്പൊ ഇങ്ങനെ രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മുടെ വെച്ചു, ഒരു 10K റെസിസ്റ്റേഴ്സ് വെച്ചു, ഇവിടെ 10K റെസിസ്റ്റർ വെച്ചു, ഇവിടെയും ഒരു 10K റെസിസ്റ്റർ വെച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യാണ്, വോൾട്ടേജ് കൊടുത്തു. ഓക്കെ. റെസിസ്റ്റൻസ് രണ്ട് എൻഡിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് 9 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ ഓരോ റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സോഴ്സ് വോൾട്ടേജിന്റെ നേർ പകുതി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യം എല്ലാവരും ആദ്യം മനസ്സിലാക്കണം. എന്നാലും നമ്മൾ ഇനി സർക്യൂട്ടിലേക്ക് വരുമ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ വോൾട്ടേജ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ വോൾട്ടേജ് എന്ത് ചെയ്യും, ഇവിടെ ഓരോ റെസിസ്റ്ററിന് അക്രോസും ഡിവൈഡ് ചെയ്യപ്പെടും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ. ഇനി ആ ഡിവൈഡ് ചെയ്യുന്നതിന്റെ അളവ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അത് വരുന്നത്, ഞാനിവിടെ രണ്ട് റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് റെസിസ്റ്റർ വെച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഗ്രൗണ്ടും കൊടുത്തു, ഇവിടെ അതിന്റെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു. ഓക്കെ. ഒരു 9 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്ററും ഈക്വൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഓരോ റെസിസ്റ്ററിന് അക്രോസും വരുന്ന വോൾട്ടേജ്
കറക്റ്റ് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പൊ 9 വോൾട്ട് കൊടുത്ത് രണ്ട് ഈക്വൽ വാല്യൂ റെസിസ്റ്റർ ആണെങ്കിൽ 4.5 വോൾട്ട് 4.5 വോൾട്ട് അങ്ങനെ വരും. ഇനി ഒരു ചെറിയ വ്യത്യാസം വരുത്താണ്. ഇവിടെ ഞാനൊരു 2K റെസിസ്റ്റർ വെച്ചു, അതേപോലെ താഴെ എന്ത് ചെയ്തു, ഒരു 1K റെസിസ്റ്ററാണ് വെച്ചതെന്ന് വിചാരിക്കാം. ഇപ്പൊ 2K റെസിസ്റ്ററും 1K റെസിസ്റ്ററും സീരീസ് ആയിട്ട് കൊടുത്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ ഇവിടെ നമുക്കറിയാം 2K റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ എടുത്താലുള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും, അതേപോലെ 1K റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പൊതുവെ അധികം ആളുകളും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാറുള്ള സ്റ്റുഡൻസ് ഒക്കെ എപ്പോഴും ഫസ്റ്റ് പറയാ ഈ 2K എന്ന റെസിസ്റ്റർ ഉള്ളതുകൊണ്ട് അവിടെ കൂടുതൽ ഈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അവിടെ കൂടുതൽ ബ്ലോക്ക് ചെയ്യപ്പെടും, അപ്പൊ അവിടെ കുറവായിരിക്കും വോൾട്ടേജ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല, റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏത് റെസിസ്റ്ററിനുള്ളത് ആ റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ 2K റെസിസ്റ്ററും 1K റെസിസ്റ്ററും ഉണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും, വലിയ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും. അവിടെ ഹൈ വോൾട്ടേജും ഇവിടെ ലോ വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവാം. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് പറയാൻ പറ്റും 9 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2K അക്രോസ് ശരിക്കും ഇവിടെ 6 വോൾട്ട് ഉണ്ടായിരിക്കും. അതേപോലെ 1K അക്രോസ് എന്തുണ്ടാവും, ഒരു 3 വോൾട്ട് ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഇതിന്റെ റേഞ്ച് അങ്ങനെയാണ്. ഇതിന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഇത്ര മനസ്സിലാക്കുക, രണ്ട് സീരീസ് ആയിട്ട് രണ്ട് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സോഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്ററിന് അക്രോസും ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, റെസിസ്റ്റൻസ് വാല്യൂവിനനുസരിച്ച് ഡ്രോപ്പ് ചെയ്യപ്പെടും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നേരെ സ്കിമാറ്റിക്സിൽ വ്യത്യസ്ത രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് പോവാം. ഇവിടെ ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു റെഡ്മി S2 ഒരു സർക്യൂട്ടാണ്, ഒരു സ്കിമാറ്റിക് ആണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ സെക്ഷൻ ഏതാണ്, അവിടെ എഴുതിയിട്ടുണ്ട് തെർമിസ്റ്റർ ടു സെൻസ് ബോർഡ് ലെവൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കിമാറ്റിക്സിൽ ഈ ഒരു ഡയഗ്രാം വെച്ചിരിക്കുന്നത് നമ്മുടെ മദർ ബോർഡിനകത്ത്, മൊബൈലിന്റെ മദർ ബോർഡിനകത്ത് വരുന്ന ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇത്തരം സർക്യൂട്ട്സ് കിട്ടുന്ന സമയത്ത് അതിനെ ശരിക്കും ആദ്യം മനസ്സിലാക്കണം, നോക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ വരുന്നത് നോക്കുക നിങ്ങൾ. ഇവിടെ രണ്ട് റെസിസ്റ്റർ ആണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഈ രണ്ട് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണ്, ഇതിന്റെ വാല്യൂ ഇവിടെ 390 കിലോ ഓം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വരുന്നത് ഇതൊരു NTC ആണ്. NTC എന്ന് പറഞ്ഞാലും എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്ററിൽ വരുന്ന ഐറ്റമാണ്. അപ്പൊ റെസിസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഇതിനും എന്തുണ്ടാവും, ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരിക്കും എത്ര എന്നുള്ളത്. അപ്പോ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നിന്റെ വാല്യൂ നമുക്കറിയാം 390K ആണ്, ഇതിന്റെ വാല്യൂ വേറെ വാല്യൂ ആയിരിക്കും. ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഇതിന്റെ റെസിസ്റ്റൻസ് വ്യത്യാസം വരുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് NTC എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാന്ന് NTC കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഏതായാലും രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊരു IC-യിലേക്കാണ് കണക്ഷൻ പോകുന്നത് നമുക്കറിയാം. സ്കിമാറ്റിക്സ് നോക്കാൻ അറിയുന്നവർക്ക് ഇത് വേഗം മനസ്സിലാവും. അപ്പൊ സ്കിമാറ്റിക്സ് നമുക്ക് ശരിക്കും ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സ്കിമാറ്റിക്സ് റീഡ് ചെയ്യാൻ വേണ്ടി പഠിക്കണം, ട്രേസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇത് വ്യക്തമായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡെപ്തിൽ എല്ലാ കാര്യങ്ങളും ബോർഡിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഒഡോക്സിൽ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ട്രേസിങ് വളരെയധികം ഡെപ്തിലേക്ക് സർക്യൂട്ടിന്റെ എക്സ്പ്ലനേഷൻസ് വെച്ചിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കോഴ്സിനൊക്കെ താല്പര്യമുള്ളവർ, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഷോപ്പുകൾ നടത്തുന്നവർക്ക് കോഴ്സൊക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നമുക്കറിയാം രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഒരു പവർ IC-യിലേക്ക് ഒരു കണക്ഷൻ, അല്ലെങ്കിൽ IC-യിലേക്ക് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ എന്തിനാണ് ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞത്, നമ്മള് ഇത് മദർ ബോർഡിൽ വരുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കും നിങ്ങൾ 390K ഇതും വെച്ചിട്ട് ഈ സൈഡിൽ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ ഒരു VREG എന്ന പേരിൽ L6 1P8 1.8 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സർക്യൂട്ട് നേരത്തെ നമ്മൾ 9 വോൾട്ട് കൊടുത്ത് കാണിച്ചു, ഇവിടെ എത്രയാണ് 1.8 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു പവർ IC-ന്ന് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ NTC-യുടെ ഒരു റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഈ ഒരു സർക്യൂട്ട് പ്രകാരം മനസ്സിലാവുന്നുണ്ട്. 1.8 കൊടുത്തിട്ടുണ്ട്, 390K റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്യാം ഇത് ഒരു 390K ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പവർ IC-യിലേക്ക് ഈ ലൈനിലൂടെ പോകുന്ന എത്ര ആയിരിക്കും വോൾട്ടേജ്, ഏകദേശം 0.9 വോൾട്ട് ആയിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിൽ NTC-ക്ക് എത്രയാണോ റെസിസ്റ്റൻസ് അതിനനുസരിച്ച് ഒരു നിശ്ചിത വോൾട്ടേജ് ഇവിടെ ഡിവൈഡ് ആയിട്ട് എന്തായിട്ടുണ്ടാവും, ഈ പവർ IC-യിലേക്ക് പോകുന്നുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇനി ബോർഡ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ NTC-യുടെ ടെമ്പറേച്ചർ ലെവല് കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ എന്തായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ 390K ഇത് ഫിക്സ്ഡ് റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്താവാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയാൻ തുടങ്ങിയില്ലേ. അപ്പൊ അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പവർ IC-യിലേക്ക് പോകുന്ന ഈ ലൈനിലെ വോൾട്ടേജ് വേരിയേഷൻ വരും അല്ലെ, കുറവ് വരും.
അപ്പോൾ ഈ NTC-യിൽ റെസിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോൾട്ടേജ് ലെവൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നേരത്തെ പറഞ്ഞു ലോ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ലോ ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ മദർ ബോർഡിൽ കൂടുന്നതനുസരിച്ച് NTC-യുടെ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. NTC-യുടെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താവും ഈ സർക്യൂട്ടില് ഇവിടുന്ന് പവർ ഐസിലേക്ക് പോകുന്ന വോൾട്ടേജ് നേരത്തെ 0.9 ആണെങ്കിൽ 0.9 ആണോ നമുക്ക് കൺഫേം ചെയ്യാൻ വയ്യ. ഇതിന്റെ റെസിസ്റ്റൻസ് എത്ര അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും ഇവിടെ പവർ ഐസിയിലേക്ക് പോയിരുന്ന ആ വോൾട്ടേജ് എന്താവാണ് മെല്ലെ ഇങ്ങനെ കുറയും. അപ്പൊ നമുക്ക് പവർ ഐസിയിലേക്ക് ഇന്ന സെക്ഷനിൽ ഇന്ന പോയിന്റിൽ ഇന്ന ബോർഡിൽ വോൾട്ടേജ് ഡ്രോപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും പവർ ഐസി ഐഡന്റിഫൈ ചെയ്യും നമ്മുടെ മദർ ബോർഡിന് എന്തുണ്ട് ഹീറ്റ് കൂടുന്നുണ്ട്. അപ്പൊ കണ്ടില്ല ഇവിടെ റെസിസ്റ്റേഴ്സ് മാത്രം ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു സർക്യൂട്ടിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അതിനു മുന്നേ നമുക്ക് ഈ ഒരു സർക്യൂട്ട് നോക്കാം. അപ്പൊ ഇവിടെ ഇതും ഒരു ഡിറ്റക്ഷൻ സർക്യൂട്ട് തന്നെയാണ് വരുന്നത്. റെസിസ്റ്റേഴ്സ് മാത്രമല്ല യൂസ് ചെയ്യുന്ന ഇവിടെ മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് മോസ്ഫെറ്റ് ആണ്, ട്രാൻസിസ്റ്ററിന്റെ ഒരു ഫാമിലിയിൽ വരുന്ന കമ്പോണന്റ് ആണ് മോസ്ഫെറ്റുകൾ എന്ന് പറയുന്നത്. പഴയ മൊബൈൽ ഫോണുകളിലൊന്നും നമുക്ക് ഇത്തരം മോസ്ഫെറ്റുകൾ ഇല്ലായിരുന്നു. BJT വരുന്ന ട്രാൻസിസ്റ്റേഴ്സ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ മദർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ മോസ്ഫെറ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മോസ്ഫെറ്റുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ ഇത് ഏതാണ് സർക്യൂട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാൻ നോക്കിയാൽ റീഡ് ചെയ്താൽ മനസ്സിലാവും. VDD SD എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ SD കാർഡിന്റെ വർക്കിംഗ് വോൾട്ടേജ് വരുന്ന ഒരു സെക്ഷൻ ആണ്. ഇവിടെ SD കാർഡ് ഡിറ്റക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ SD കാർഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു എനാബിളിംഗ് ഒരു ഡിറ്റക്ഷൻ ലൈനാണ് സർക്യൂട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ സംഭവങ്ങൾ 2 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, കുറെ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സിഗ്നൽ ആണ് വരുന്നത്. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഇവിടെ നെഗറ്റീവ് സിഗ്നൽ വരുന്ന സമയത്ത് എന്തായിരിക്കും ഈ മോസ്ഫെറ്റ് ഇതൊരു N ചാനൽ മോസ്ഫെറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഗേറ്റ് ടെർമിനലിലേക്ക് നമുക്ക് പോസിറ്റീവ് കിട്ടുമ്പോഴാണ് ഇത് ഓൺ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടാവാം. അപ്പൊ ഇവിടെ ഓൾറെഡി 100K റെസിസ്റ്റർ വഴി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു 1.8 വോൾട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഗേറ്റിലേക്ക് പോസിറ്റീവ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് സിഗ്നലൂടെ വരുന്ന സമയത്ത് എന്തായിരിക്കും ഈ മോസ്ഫെറ്റ് ഓൺ കണ്ടീഷനിലേക്ക് വരും. ഓൺ കണ്ടീഷനിലേക്ക് വരുന്ന പറഞ്ഞാൽ നേരെ ഇതിന്റെ ഡ്രെയിനിലേക്ക് അല്ലെ താഴെയുള്ള സോഴ്സ് ടെർമിനലാണ്, ഇത് ഡ്രെയിൻ ടെർമിനലാണ്. ഡ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് സിഗ്നൽ വരും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഇതൊരു മോസ്ഫെറ്റ് വേറെയാണ്, ഇതൊരു P ചാനൽ മോസ്ഫെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഗേറ്റിലേക്ക് നമുക്ക് ഒരു നെഗറ്റീവ് സിഗ്നൽ വരുമ്പോൾ ഇത് ഓൺ ചെയ്തോളും. ഓക്കെ, ഇത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് VDD SD കാർഡിന്റെ VDD വോൾട്ടേജ് ഇവിടെ വരും. അപ്പൊ ഇവിടെ നോക്കുന്നത് ഞാൻ ഈ ഒരു റെസിസ്റ്റർ മാത്രം ഇവിടെ പറയുന്നത്. ഈ ഒരു റെസിസ്റ്റർ ഇവിടെ ഹൈ വാല്യൂ ആണ് വെച്ചത്, 100K റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഗേറ്റിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന സമയത്ത് എന്താവും ഇത് ഒരു P ചാനൽ മോസ്ഫെറ്റ് ആയതുകൊണ്ട് അതിന്റെ ഗേറ്റിലേക്ക് നെഗറ്റീവ് വന്നാലേ ഇത് ഓൺ ആവുള്ളൂ. അപ്പൊ ഇത് ഓൺ ആവാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് പോസിറ്റീവ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഓൺ ആയി നിൽക്കണ്ട, SD കാർഡ് ഇടുന്ന സമയത്ത് മാത്രം എന്ത് മതി ഓൺ ആയാൽ മതി. അപ്പൊ ഇവിടെ ഓൾറെഡി പോസിറ്റീവ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്തോളും ഈ മോസ്ഫെറ്റ് ഓൺ ആയിക്കോളും. അപ്പൊ ഇവിടെ നെഗറ്റീവ് സിഗ്നൽ വരുമ്പോൾ നോക്കും നിങ്ങൾ ഇതിന്റെ ഈ ഫസ്റ്റ് മോസ്ഫെറ്റിന്റെ ഡ്രെയിനിലേക്ക് ഇതിന്റെ നെഗറ്റീവ് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടി ഗേറ്റിന് ഡയറക്റ്റ് ഒരു ലൈൻ വഴി ഒരു റെസിസ്റ്റൻസ് കുറഞ്ഞൊരു വയർ ഉപയോഗിച്ചിട്ട് നേരെ ഇവിടെ പോസിറ്റീവ് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ ഡയറക്റ്റ് ഗേറ്റ് നമ്മൾ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് മോസ്ഫെറ്റിലൂടെ നെഗറ്റീവ് സിഗ്നൽ ട്രെയിനിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വരും. ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നൊക്കെ അറിയായിരിക്കും. നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഡയറക്റ്റ് മുട്ടുന്നതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഈ റെസിസ്റ്റർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്താണ് റെസിസ്റ്റർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ VREG 2.95 വോൾട്ട് ഉണ്ട്. അതെന്ത് ചെയ്യും ഈ റെസിസ്റ്ററിന്റെ ഇപ്പുറത്ത് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. ഒരു റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് വെച്ചിട്ട് അതിന്റെ ഒരു സൈഡിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ അതിന്റെ അപ്പുറത്ത് നമുക്ക് സെയിം വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2.95 വോൾട്ട് ഇതിന്റെ സെക്കൻഡ് മോസ്ഫെറ്റിന്റെ ഗേറ്റിലേക്ക് എപ്പോഴും കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണേ നെഗറ്റീവ് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തോളൂ അപ്പൊ ഇതിന്റെ ഗേറ്റ് നെഗറ്റീവ് ആകുമ്പോൾ ഇതൊരു P ചാനൽ മോസ്ഫെറ്റ് ആയതുകൊണ്ട് ഓൺ ആയിക്കോളും. പക്ഷെ ഈ റെസിസ്റ്റർ ഇല്ലാതെ കൊടുത്താൽ എന്തായിരിക്കും? റെസിസ്റ്റർ ഇല്ലാതെ കൊടുത്താലും ഈ രണ്ടാമത്തെ മോസ്ഫെറ്റിനെ നമുക്ക് ഓഫിൽ നിർത്താം. പക്ഷെ ഇവിടെ നെഗറ്റീവ് SD കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് നെഗറ്റീവ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. അപ്പൊ ഈ റെസിസ്റ്റർ ഇവിടെ എന്തിനാ ഉപയോഗിച്ചത്? ഇതിവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ, എന്നാലും വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. അപ്പൊ കണ്ടത് റെസിസ്റ്ററിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സർക്യൂട്ടിലേക്ക് വരാം. വ്യത്യസ്തമായ സർക്യൂട്ട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. ഇവിടെ വരുന്നത് എന്താണ്? ഇതൊരു നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഡിറ്റക്ഷൻ സർക്യൂട്ട് തന്നെയാണ്. SD കാർഡ് ഉണ്ട്, SIM 2, 1 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ SIM കാർഡ് അതുപോലെ SD കാർഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പവർ IC അല്ലെങ്കിൽ സിസ്റ്റം അതിനെന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം, ഡിറ്റക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ സൈഡിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഫോൺ എന്തും ഓഫ് ചെയ്യാതെ തന്നെയാണ് SIM കാർഡും മെമ്മറി കാർഡും ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ ഫോൺ എന്ത് ചെയ്യണം
ഇങ്ങനെ ഒരു സംഭവം വന്നായിട്ട് CPU ഐഡന്റിഫൈ ചെയ്യണം. പുതിയൊരു SD കാർഡ് വന്നിട്ടുണ്ട്, ഒരു സിം ഇട്ടിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യണം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കുറെ റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഒരു റെസിസ്റ്റേഴ്സ് മാത്രം നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റെസിസ്റ്റർ അല്ലേ, ഇങ്ങനെയാണ് വന്നൊരു റെസിസ്റ്റർ ഉണ്ട്. ഞാൻ അതിന് മാത്രം ഇവിടേക്ക് ഒന്ന് വരയ്ക്കാം. റെസിസ്റ്റർ വരച്ചു. ഇനി SD കാർഡിന്റെ ലൈൻ നോക്കാം കേട്ടോ. SD കാർഡ് വരുന്നത്, അപ്പൊ ഈ ലൈൻ ഇങ്ങനെ വരുന്നതാണ്. ഒരു സീരീസ് ആയിട്ട് റെസിസ്റ്റർ അല്ലേ വരുന്നത്, ഇതുപോലെ വരും അല്ലേ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, SD കാർഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെ. ഇവിടെ ആണെങ്കിൽ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് എന്താ ചെയ്യുന്നത്, സെൻട്രൽ ഭാഗത്ത് ഒരു ഡിറ്റക്ഷൻ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ SD കാർഡ് ട്രേ ആണ്. അതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓണും ഓഫും ആവുന്ന ഒരു സ്വിച്ച് ആണ് ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിന്റെ വർക്ക് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്, വോൾട്ടേജ് ഡിവിഷൻ ആണ്, വോൾട്ടേജ് ഡിവൈഡർ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 100K റെസിസ്റ്റർ ആണ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റർ ഏതാണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1K ആണ്. അപ്പൊ ഇതൊരു 1K റെസിസ്റ്റർ ആണ്. അപ്പോൾ 100Kയും 1Kയും വെച്ചിട്ടൊരു സീരീസ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിറ്റക്ഷൻ സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് സിഗ്നൽ ആയിരിക്കും ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. അപ്പൊ ഡിറ്റക്ഷൻ നമുക്ക് ഇവിടെ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവാം, സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്, മുകളിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 1.8 വോൾട്ട് ആണ് അല്ലെ. അപ്പൊ ഈ 1.8 വോൾട്ട് എന്ത് ചെയ്യും, ഫുൾ ടൈം ഈ CPU ഇങ്ങനെ വരുന്നുണ്ടാവും. ഓക്കെ, ഇത് ഡിറ്റക്ഷൻ ലൈൻ നേരെ CPU പോകുന്നത്. അപ്പൊ ഇത് നേരെ എന്ത് ചെയ്യും, CPU ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ CPU ഇങ്ങനെ ഒരു 1.8 വോൾട്ട് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, CPU ഇവിടെ ഒരു SD കാർഡ് വർക്ക് ചെയ്യാത്തതുപോലെ ആക്ട് മനസ്സിലാക്കും. ഇവിടെ സംശയം ഉണ്ടാവും, ഇങ്ങനെ രണ്ട് 100Kയും 1Kയും വെച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് 101 കിലോ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്ത 1.8 CPU കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് വരും, റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് കൊടുത്തിട്ട് അതിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് അപ്പുറത്ത് മെഷർ ചെയ്തത് കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലുണ്ടെങ്കിലും വോൾട്ടേജ് 1.8 കൊടുത്തത് ഇവിടെ 1.8 കറക്റ്റ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ CPU എന്ത് ചെയ്യും, വരുന്ന വോൾട്ടേജിൽ ഈ 1K അക്രോസ് ഉള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അതായത് ഏകദേശം അപ്രോക്സിമേറ്റ് 0 എന്ന ലെവലിലേക്ക് CPU ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ ഒരു ഹൈ വോൾട്ടേജ് ആണ് വരുന്നത് 1.8 എന്നുള്ളത്, പിന്നീട് സ്വിച്ച് ഇടുന്ന സമയത്ത് ഒരു 0യും. കാരണം നമ്മൾ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവില്, അതായത് സ്ക്വയർ വരുമ്പോൾ നമ്മൾ ബൈനറിയിൽ 0-1 എന്ന് പറയുന്ന കണ്ടീഷൻ, ലോയും ഹൈയും. അപ്പൊ ഇവിടെ CPU ഒരു ലോ ഹൈ വരുന്നതിന് എല്ലാ CPUകളും എല്ലാ ICകളും വർക്ക് ചെയ്യുന്ന അതിലേക്ക് വരുന്ന ലോ ഹൈ എന്ന രീതിയിൽ അല്ലെ, 0യും മനസ്സിലാക്കിയിട്ടാണ്. അവിടെ നോക്കുമ്പോൾ SD കാർഡ് ഇടാത്ത സമയത്ത് 1 എന്നതും അതിനുശേഷം നമ്മൾ SD കാർഡ് ഇടുമ്പോൾ ഒരു 0യും വരുന്നു. അപ്പം CPU എന്ത് ചെയ്യും, അവിടെ ഒരു ഡിറ്റക്ഷൻ മനസ്സിലാക്കും, SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ സിമ്മിന്റെ കണക്ഷൻ അതുപോലെ തന്നെ കേട്ടോ, കണക്ഷൻ തന്നെ. അപ്പൊ കണ്ടത് റെസിസ്റ്റേഴ്സ് ഇവിടെയും വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നോക്കൂ, ഇത് വേറൊരു സർക്യൂട്ടാണ്. ഇത് MIA1 ഒരു സർക്യൂട്ടാണ് തുറന്നിരിക്കുന്നത്. ഈ ഇത്തരം റെസിസ്റ്റേഴ്സ് സ്കീമാറ്റിക്സ് നോക്കിയവരൊക്കെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ കുറെ റെസിസ്റ്റേഴ്സ് വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതൊക്കെ എന്താണ്, ഇത് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ പ്രോട്ടോകോളുകൾ സാധാരണ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫോണിനകത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ICകൾ തമ്മിൽ എങ്ങനെയാണ് ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതികളാണ് നമ്മൾ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളിന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ലൈൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നത് ഒരിക്കലും മൾട്ടിമീറ്റേഴ്സ് ഉപയോഗിച്ചല്ല മെഷർ ചെയ്തെടുക്കുന്നത്, DSO ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എല്ലാ മൊബൈൽ ഫോണുകളും പ്രിപ്പയർ ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററാണ് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഡിവൈസ് ആണ് DSO, അതായത് ഫ്രീക്വൻസികളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ I2C കമ്മ്യൂണിക്കേഷന്റെ ലൈനാണ് ഇവിടെ കാണിക്കുന്നത്. വ്യത്യസ്ത കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളുകൾ ഉണ്ട്, അതിനകത്ത് I2Cയുടെ ലൈനിൽ എപ്പോഴും ഇതുപോലെ റെസിസ്റ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതായത് ഒരു CPU പോകുന്ന ലൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ICകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലൈൻസ് ആയിരിക്കും. അപ്പൊ ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന എന്താണ്, എപ്പോഴും സ്ക്വയർ വേവ് ആയിരിക്കും അല്ലെ. സ്ക്വയർ വേവ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഹൈയും ലോയും ആയിരിക്കും. ഓക്കെ, എല്ലാ ICകളും ഐഡന്റിഫൈ ചെയ്യുന്നത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹൈ ലോ എന്നുള്ള ഈ രീതിയിലാണ് അല്ലെ, ബൈനറിയാണ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ CPU പോകുന്ന ലൈനിന് എന്ത് ചെയ്യാം, നമ്മൾ അതിന്റെ ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ നേരെ ഹൈയിലേക്കോ ലോയിലേക്കോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ എന്ത് വേണം, നമുക്ക് ഹൈ എന്നുള്ളതാണ് പാസ് ചെയ്യേണ്ടത് അല്ലെ. ഹൈ എന്ന് പറഞ്ഞാൽ 1, അല്ലെങ്കിൽ എന്താണ്, ലോ ആണ്. ലോ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ,
അപ്പോൾ ഈ ലൈനിനെ ഇതാണ് സി പി യുയിലേക്ക് പോകുന്ന ലൈനുകൾ. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതുകൊണ്ടാണ് കുറേ ഇത്തരം റെസിസ്റ്റേഴ്സ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരൊറ്റ ലൈൻ വെച്ചിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ഈ ലൈനിലേക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ ഈ ലൈനിനെ നമ്മൾ പോസിറ്റീവിലേക്ക് നിർത്തണം അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് നിർത്തണം. അപ്പൊ അങ്ങനെ പോസിറ്റീവിലേക്ക് നിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ ഇവിടെ എത്ര ഇട്ടത് 2K2 റെസിസ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഇട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് ലൈനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്വിച്ചിങ്ങിൽ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ വരുന്ന എന്തായിരിക്കും, ഒരു 1.8 വോൾട്ട് ആണ് ഇപ്പൊ ഇവിടെ വരുന്നത്. ആ 1.8 വോൾട്ട് എന്ന് പറയുമ്പോൾ ഈ ലൈൻ ഇപ്പൊ എന്തായി, പോസിറ്റീവിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ റെസിസ്റ്റർ ഇട്ടിട്ട് പോസിറ്റീവിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവിലേക്കോ കൊടുക്കാതിരുന്നാൽ, നെഗറ്റീവിലേക്ക് കൊടുത്താൽ അവിടെ 0 ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലത്തെ സിഗ്നലായിട്ട് ലോ ആയിട്ടും ആ ലൈനിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ പോസിറ്റീവിലേക്കോ നെഗറ്റീവിലേക്കോ കണക്ട് ചെയ്യാതിരിക്കുന്ന ആ സ്റ്റേറ്റ് നമ്മൾ ഫ്ലോട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയാം. അതൊരു അൺപ്രഡിക്റ്റബിൾ സ്റ്റേറ്റ് ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, I2C കമ്മ്യൂണിക്കേഷനിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ലൈനിനെ ഇതുപോലെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടൈപ്പാണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനെ പറയാം പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് ഇവിടെ ഹെഡിങ് കാണാൻ പറ്റും, സ്കീമാറ്റിക്സ് തന്നെ എഴുതിയിട്ടുണ്ട്, I2C പുള്ളപ്പ് റെസിസ്റ്റേഴ്സ്. ഇതുപോലെ പുൾ ഡൗൺ റെസിസ്റ്റേഴ്സ് നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ലൈനുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റർ ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ വോൾട്ടേക്കോ ഗ്രൗണ്ടിക്കോ കൊടുത്തു കഴിഞ്ഞാൽ CPU ലൈൻ സിഗ്നൽ പാസ് ചെയ്ത് എന്തായിരിക്കും, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ റെസിസ്റ്റർ എന്ത് ചെയ്യണം, ഇങ്ങനെ കണക്ട് ചെയ്യണം. അപ്പൊ ഇതുപോലെ വ്യത്യസ്ത രീതികളിലാണ് മൊബൈൽ ഫോൺ സ്കീമാറ്റിക്സിൽ നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ ഉപയോഗങ്ങൾ, ആപ്ലിക്കേഷൻസ് കാണാൻ വേണ്ടി പറ്റുക. എല്ലാറ്റിലും വർക്കിംഗ് കാര്യങ്ങൾക്ക് റെസിസ്റ്റർ ഒന്നാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ഷന്റെ രീതിയും കാര്യമൊക്കെ വെച്ച് അവിടുത്തെ ആപ്ലിക്കേഷൻ വേറെ വേറെ ലെവലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നോർമലി ഒരു റെസിസ്റ്റർ സർക്യൂട്ടിൽ ഓപ്പൺ എന്ന കണ്ടീഷനിലേക്കാണ് ഇത് കംപ്ലൈന്റ് ആയിട്ട് വരാറുള്ളത്. അപ്പൊ നമുക്കറിയാം ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് വരാം അല്ലെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സർക്യൂട്ടിന്റെയും വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ഥലത്തുള്ള റെസിസ്റ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലൈന്റ് എന്താണ് വരിക. നമുക്ക് എപ്പോഴും ഒരു ഡിവൈസ് റിപ്പയർ ചെയ്യും, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മറ്റു ഡിവൈസുകൾ ഏതായാലും ശരി, ഒരു ഡിവൈസ് നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അതിന്റെ തിയറട്ടിക്കലി ആ സർക്യൂട്ട്സിന് നമ്മൾ പഠിക്കണം. വ്യക്തമായിട്ട് അതിന്റെ വർക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കമ്പോണന്റും കേടായി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ NTC കേടായ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ NTC ഇവിടെ എന്തിനാ യൂസ് ചെയ്തെന്ന് അറിയണ്ടേ. അപ്പൊ എന്നതുപോലെ സ്കിമാറ്റിക്സിൽ നമ്മൾ ഓരോ സെക്ഷനെ കുറിച്ച്, ഇപ്പൊ ഇവിടെ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്തിനാണ് ഞാൻ പറഞ്ഞു, ഈ റെസിസ്റ്റേഴ്സ് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഏത് IC-യിലേക്കായിരുന്നു CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവും. ഇനി അതല്ല ഈ റെസിസ്റ്റർ എടുത്ത് നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാലോ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇല്ല. ഇനി ഇവിടെ വാല്യൂ കുറച്ചാലും കൂട്ടിയാലും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ഥലത്തെ ഒരു സർക്യൂട്ടിന്റെ വർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന കോഴ്സിൽ വളരെ വ്യക്തമായിട്ട് ഇതുപോലെ ഓരോ സെക്ഷന്റെയും വർക്കിംഗ് കുട്ടികൾ പഠിപ്പിച്ചതിന് ശേഷമാണ് അതിൽ ചെക്കിങ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ചെക്കിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാര്യം ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ വർക്കിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫോൺ എന്നല്ല ഏത് ഫോൺ മാർക്കറ്റിന്റെ ഫ്യൂച്ചറിൽ വന്നാലും സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോലും ഇത്തരം വർക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ കോഴ്സ് ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ റെസിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ ആൻസേഴ്സ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലെയുള്ള റെസിസ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വാട്സ് കൂടിയ റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്കീമാറ്റിക്സ് ലെവലിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. പറ്റാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.